Where the smoke is going up. ആരായിരുന്നത്? ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. അച്ഛാ, നമ്മൾ എന്തെങ്കിലും അമേരിക്കക്ക് പോവോ? ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അമേരിക്കയും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ 100-ൽ പരം പാർട്ടികളുണ്ട്. ഇവിടെ 2 പാർട്ടികളേ ഉള്ളൂ, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. വി ആർ റിപ്പബ്ലിക്കൻസ്. നമ്മുടെ ജനസമ്മതി ഇപ്പോൾ വളരെ കുറവാണ്. വി നീഡ് ടു ഫൈൻഡ് എ വേ ടു ഇൻക്രീസ് കോറീസ് റേറ്റിംഗ്സ്. ആൻഡ് ദാറ്റ്സ് വൈ യു ആർ ഹിയർ. പ്രോജക്ട് ഫ്രീ, ജാതി, ഇൻവെസ്റ്റ്മെന്റ്, ലാംഗ്വേജ്, യൂത്ത്, നിരാഹാരം. ഐഡിയ എത്ര വേണേലും തരാം. അവന്റെ ഐഡിയാസ് ഒക്കെ ചീപ്പാണ്. അവനെ ഇനി പറഞ്ഞു വിട്ടാറ്. ഇവന്മാരാണ് ഇലക്ഷൻ ജയിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ നാട്ടിൽ വേലയും കൂലി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. ഞങ്ങളെപ്പറ്റി അന്വേഷിക്കണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാലേ മനസ്സിലാവും. അത് 4 ആണ്. ആ കല്ലാണ് ബൗണ്ടറി. പുര നിറഞ്ഞു നിൽക്കുന്ന ഈ അണ്ണന് ഒരു കുഞ്ഞു കാലുണ്ടാകാൻ, അത് കാണാൻ ഉള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? Will you marry me? I'm sorry. ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. Your eyes, so beautiful. At heart, I checked. Heart Indian, but she American. നിങ്ങൾ ഈ ജെസ്സിയുടെ നാൻസിയുടെ ഒക്കെ പുറകെ നടക്കുമ്പോ കാശ് പോകുന്ന എന്റെ ക്യാമ്പയിന്റെ ആണ്. സാധനം കയ്യിലുണ്ടോ? 3 മാസത്തെ പണി, 30 കോടി രൂപ. ലൊക്കേഷൻ അമേരിക്ക. എന്ത് ചെയ്യാനാ പ്ലാൻ? അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ. നല്ല കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഹായ്, എന്താ ഗ്ലാമർ! കാർണിവലിൽ സൂചിയേറും കൊണ്ട് കിടക്കുന്ന അവനെ കാരാടി പോലീസുകാരായിട്ട് കൂട്ടിയേക്കുന്നത്. താനാരാ? യൂണിഫോം കണ്ട മനസ്സിലാകണം. മിസ്റ്റർ ഡേവിഡ്, കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല.
Where the smoke is going up, yeah. And nothing really matters in this lonely house. ഇരുട്ടിന്റെ രാത്രിയുടെ രാജാവ്. ഒടി വെക്കാൻ പോകുന്നത് ഇവനെ എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ്. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യം ഉണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. ദൈവം ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നതുകൊണ്ട് കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിൻ്റെ മാളികയിൽ കയറിക്കൂടി. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം. അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി. PK രാമദാസ് എന്ന വൻമരം വീണു. പകരം ആര്? അതാണ് ചോദ്യം. സ്റ്റീഫൻ നെടുമ്പള്ളി. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാ. This is the world's biggest comedy, babe. It's called Indian politics. Z category drugs. കേരളത്തിലേക്ക് അൺചെക്ഡായി ലാൻഡ് ചെയ്യിക്കാനുള്ള സൗകര്യം. That's my offer. Give me one good reason not to kill you. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. Kill that bastard. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. വാടാ. This deal is with the devil. If you believe it or not, ശാസ്ത്രത്തിൻ്റെ ഏത് തിയറിയിലും അതിനെ മറികടന്നു പോകുന്ന ഒരു ഡാർക്ക് സോൺ ഉണ്ടെന്ന് പറയാറുണ്ട്. നിലാ
അപ്പൊ ഉറപ്പിച്ച് ചീഫ് ഗസ്റ്റ് മണവാളൻ വസീം. എടാ ചങ്ങ ആളെവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ഇന്റർനെറ്റിന്റെ പരിസരത്ത് പോലും മൂപ്പരില്ല. ആളെ തപ്പും നിങ്ങളെ എത്തിക്കും. ചിന്തയെ അടിമപ്പെടുത്തിയ നമ്മുടെ യുവതയെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അടികൾ പലവിധം. സെവൻസിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, തിയേറ്ററിലടി, പിന്നെ വെറുതെ വരുന്നടി, അതിന്റെയൊക്കെ തിരിച്ചടി. എന്താ പേര്? വസീം. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കേന്. ബ്ലോഗർ ബീപാത്ത് എ.കെ. ഫാത്തിമ ബീബ്. മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ്. കണ്ടന്റ് ഇട്ടപ്പോൾ വൈറലാണ്. യോ യു ഗോtta tell it to your face bro. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ അമർത്താം. കുറച്ചു കാലം കമ്പനി അടിച്ച് നടക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? നോക്കാം. മോളെ ആ ചെക്കനെ സൂക്ഷിക്കണം കേട്ടാ, വെടക്ക് ചെക്കനാ. ഈ സോഷ്യൽ മീഡിയയും സൈബർ ലോകമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. അതിന്റെ ചതിക്കുഴിയിൽ നിന്ന് ഈ യുവതലമുറയെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. മനസ്സിലായ? കളപ്പുരക്കൽ ദേവി. സാർ ഇവനെ മാല പൊട്ടിച്ച നീ മാല പൊട്ടിക്കല്ലേ? പരാതിക്കാരിനെ? പരാതിക്കാരുടെ ഭർത്താവാണ് സാർ. Straight from Dubai. Welcome to Monani. ആരാധകരെ ശാന്തരാകുക. जा पिछवाड़े में गोदा है, टक्कर लेके दिखा. പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അവരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെന്നാണ് DGP ചോദിക്കുന്നത്. சொல்ற கதையெல்லாம் நல்லா தான் இருக்கு. But the great Indian tour is over. ഈ അന്വേഷണത്തിൽ അവരെ സ്പിറ്റപ്പ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Just come back. അവരേതോ ഗുദാമില്ല. അതിനിടയിൽ വേറെ ടെൻഷൻ കൊടുക്കുന്നില്ല. കേട്ടിടത്തോളം ഇതല്പം കുഴപ്പം പിടിച്ച കേസാണ്. നാടോടികളെ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാറേ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല സാർ. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അവർ പല വഴികളും നമ്മുടെ മുമ്പിൽ വരച്ചിടും. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, നമ്മുടെ ഈ വണ്ടിയും പോലീസാണ്. നമുക്ക് വെള്ളച്ചിലെടുക്കല്ലേ. പ്രതികളും മിടുക്കന്മാരാകുമ്പോൾ നമ്മൾ മിടുമിടുക്കന്മാരാണ്ടേ, നല്ലവരെ പിടിക്കാൻ പറ്റുള്ളൂ. These culprits are not making any mistakes. കിട്ടത്തട്ട ഏട്ടിലെ തേടുന്ന മാതിരി ഇருக்கு. എന്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വെച്ച് വെച്ചാൽ പെൺകുട്ടി കൊടുത്ത വാക്കാ. പക്ഷെ ഞങ്ങൾ മനുഷ്യർ മാത്രമല്ലോ, പോലീസുകാർ കൂടെ അല്ലേ. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ് അവരുടെ തോളത്തെ കൂടെ കൊന്ന്. അമ്പേട്ടാ എന്നിട്ട് ഒരു മിനിറ്റ്. गंगा भैया वो ऐसे दौड़ के आया, बुलाटे मारा. ರಂಗಣ್ಣ ದೊಡ್ಡರೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು, ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ ಅಂತ ಕತ್ತರಿಸ್ತಾರೆ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എടാ മോനെ ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും.